സാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗുരുവായൂരിനടുത്ത് കാവീട്ടിലുള്ള ഒരു കർഷകനെയാണ്. പേര് വർഗീസ് ചേട്ടൻ, നമ്മുടെ വർഗീസ് ചേട്ടൻ. നമസ്കാരം വർഗീസ് ചേട്ടാ. നമ്മുടെ പറമ്പിൽ എന്തൊക്കെ കൃഷികളാണ് ഇപ്പോൾ ചെയ്യുന്നത്? 38 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് വന്നിട്ട് എൻ്റെ ഒരു 52 സെന്റ് സ്ഥലം തരിശായി കിടക്കുകയായിരുന്നു. അതിൽ വിഷരഹിത പച്ചക്കറി എന്ന് തന്നെ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നാടൻ വളങ്ങൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കായി ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ സാധനം വിശ്വസിച്ച് കഴിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാനത് ചെയ്യണത്. മാത്രല്ല ഓരോരോ സീസണിൽ നമ്മൾ പല സാധനങ്ങളും നമ്മുടെ അധ്വാനം കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ കിളച്ചേന്റെ പേരിൽ ഒരു ലേശം കിതപ്പുണ്ട്, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല വെറൈറ്റി സാധനങ്ങൾ കാണുമ്പോൾ ഞാനത് മേടിച്ചുകൊണ്ടിരും. ഞാൻ എൻ്റെ പറമ്പിൽ പരീക്ഷണം നടത്തും, അതായത് അത് വെച്ച് നോക്കും ഞാൻ. അതുപോലെ ഒരു പ്രാവശ്യം ഞാൻ വയനാട് പോയപ്പോൾ, അമ്പലവയലിൽ പോയപ്പോൾ ഞാൻ കണ്ട 1-2 കൗതുകമായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ഊതിന്റെ തൈകളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ചുറ്റുപുറത്ത് ഊതിന്റെ മരം വെച്ച് പിടിപ്പിച്ചത്. അതുപോലെ തന്നെ ചന്ദനത്തിന്റെ തൈയുണ്ട് നമ്മുടെ ഇതില്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ എൻ്റെ പറമ്പിൽ ഇപ്പോൾ നല്ല നിലയ്ക്ക് ഉണ്ട്. പിന്നെ സീസൺ കൃഷി എന്ന് പറയുന്നത് കൂവ, അതുപോലെ മഞ്ഞള്, പയറ്, കൊള്ളി, ചെറിയ ചേമ്പ് എന്ന് പറയും നമ്മള്, പിന്നെ വാഴ, അതുകൂടാതെ പൊടിക്കിഴങ്ങ്, പിന്നെ കൂർക്ക, പയറ്, രായ്പുല്ല്, കുളംചേമ്പ്, അമരപ്പയറ്, കയ്പ, പിന്നെ ചേന എന്ന് വേണ്ട ഒരു വിധമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങള് ഇതിനോടനുബന്ധിച്ച് ഈ പറമ്പില് കൃഷി ചെയ്ത് ഞങ്ങൾ വിളവെടുക്കാറുണ്ട്. ഇവിടെ ഈ സൈഡില് കൈതച്ചക്ക കൈതയുണ്ട്. കൈതയുണ്ട്. അപ്പൊ ഒരു വിധമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങള് ഓരോരോ സമയങ്ങളില്. അതുപോലെ തന്നെ നമ്മള് മനസ്സിലുള്ളൊരു കാഴ്ചപ്പാട് എന്തായിരുന്നു വെച്ചെങ്കിൽ, ശരീരം അനങ്ങാതെ ഡോക്ടർക്ക് കാശ് കൊടുക്കാൻ പാടില്ല. ശരീരം അനങ്ങിക്കൊണ്ട് തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ ആർക്കും വരാം. അപ്പൊ ശരീരം അനങ്ങി നമ്മുടെ അധ്വാനവും പ്രയത്നവും നമ്മുടെ ശരീരത്തിനെ ഒരു പരിധി വരെ മറ്റുള്ള അസുഖങ്ങളിൽ നിന്ന് വിമുക്തനാക്കിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോ കഴിഞ്ഞ മാസം ചെക്ക് ചെയ്തു, അപ്പോൾ മറ്റുള്ള അസുഖങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ എൻ്റെ വിശ്വാസം അതാണ്. ഈ വിശ്വാസം മാത്രമാണ് എൻ്റെ കൈമുതലായിട്ടുള്ള ഒരു സാധനം. ഇതെന്താണ്? അതായത് സാധാരണയില് ഈ സാധനം നമ്മൾ ഇതിന്റെ പൊടി എടുത്തു കഴിഞ്ഞാല് വയറ്റിലുള്ള ഒരു വിധമുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നായിട്ടാണ് പഴയ കാലത്തെ ആയുർവേദത്തിലൊക്കെ ഇത് പറഞ്ഞിരുന്നത്. അപ്പൊ കൂവപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും സാധാരണ ആൾക്കാർ മേടിക്കാറുണ്ട്. അത് തിളച്ച വെള്ളത്തിൽ കലക്കിയിട്ട് ആ സാധനം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന് അസുഖങ്ങളുള്ള ചെയ്യുന്നതാണ് പറയണത്. പിന്നെ അത് കുരുമുളക് നിറഞ്ഞ് തോട്ടിയിട്ടിട്ട് നിൽക്കണം. അത്യാവശ്യം കുരുമുളകും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഇത് കൈത. ഞങ്ങൾക്കൊക്കെ ഏകദേശം, ഞങ്ങളിപ്പോ 2 ആളല്ലേ ഉള്ളൂ, ഏകദേശം അത്യാവശ്യം സമൃദ്ധിയായിട്ട് കൈതച്ചക്ക ഞങ്ങൾ പൊട്ടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാലും ബാക്കി ഞങ്ങൾക്ക് കൃഷിഭവനിൽ കൊടുക്കാനായിട്ടുള്ള സാധനം ഞങ്ങൾക്ക് കിട്ടും. അത് അത്യാവശ്യം ഞങ്ങൾ പൊട്ടിച്ചു കൊണ്ടുപോകാറുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് ആ സാധനം ഉൽപ്പന്നം കിട്ടുകയും ചെയ്യും. നല്ല അടിപൊളി കായ്ക്കൊല ഉണ്ടല്ലോ. ഇപ്പൊ അത് മൂപ്പായിട്ടില്ല, കുറച്ചുകൂടി കഴിയണം മൂപ്പാവണം വെച്ചെങ്കിൽ. ഇതിപ്പോ ഇന്നലെ ഒരെണ്ണം ഇപ്പൊ ഇതിന്റെ വെട്ടി കൊണ്ടുപോയി ഞാൻ. അപ്പൊ
അപ്പൊ ഇതുപോലെ പല പല സൈസ് കായകളും ഉണ്ട്. പിന്നെ നേന്ത്രവാഴ ഞങ്ങൾ ഓണത്തിന് കണക്കാക്കിയിട്ട് നേന്ത്രവാഴ വെക്കും. അപ്പോൾ 2-4 കൊല്ലം ഇനിയിപ്പോ പാകാവാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പാകായത് ഞങ്ങൾ ഒരു കൊല്ലം വെട്ടി ഓണത്തിന് സമൃദ്ധിയായിട്ട് കഴിച്ചു. പിന്നെ അത് കുടിയിരിപ്പിലാണ് ആ നേന്ത്രവാഴ. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഓക്കെ. പുത്തിരിച്ചുണ്ടെന്ന് പറയും. ഇത് പഴയ കാലത്തൊക്കെ ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ്. പഴയ കാലത്ത് വീട്ടുകളിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണപ്പെടാറുള്ള ഒരു സാധനമാണ്. ഇതിപ്പോ ഒരു അന്യം നിന്ന് പോവുക, അതായത് നമ്മൾ ആരും താല്പര്യമില്ലാത്തതിന്റെ പേരില് ഈ വക സാധനങ്ങൾ നമുക്കിപ്പോ കാണാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ കുഴിച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പേരെന്താ പറഞ്ഞ? പുത്തിരിച്ചുണ്ടെന്ന് അറിയാം. ഇതിന്റെ പൊന്നാങ്കണ്ണി ചീര എന്നറിയും. ഇത് ഉപ്പേറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ശാരീരികമായിട്ട് നല്ലൊരു എനർജി, നല്ലൊരു പവർ ഉണ്ടാവുന്ന ഒരു ചീരയാണിത്. ഇത് നമ്മുടെ അവിടെ വിൽപ്പനയ്ക്കായിട്ട് വരാറുണ്ട്. കൃഷിഭവനിൽ വിൽക്കാനായിട്ട് ഈ സാധനം ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. പൊന്നാങ്കണ്ണി ചീര എന്നാണ് അതിന് പറയാം. ഇത് നമ്മള് സാധാരണ ചന്ദനം എന്ന് പറയില്ലേ, ചന്ദനാണ് ഈ കാണുന്നത്. ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം വെച്ചിട്ടുള്ളൂ. അപ്പൊ അത് വളർന്നു വരട്ടെ. നമ്മുടെ കാലത്തേക്കൊന്ന മഞ്ഞള് ഇത് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തം ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞളിന്റെ പൊടി നമുക്ക് ഒരു വർഷമല്ല അതിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇപ്പൊ ഇതിന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും. പിന്നെ അത് ഉണക്കുക, അത് കഴിഞ്ഞ് പൊടിപ്പിക്കുക. പിന്നെ അല്ലിച്ചിറ വീടിന്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മള് കുട്ടികൾക്കൊക്കെ പൊടിയൊക്കെ കുറുക്കി കൊടുക്കില്ലേ. അതിപ്പോ ഈ പറഞ്ഞ മാതിരി കാലവർഷം ആണ് കർഷകന്റെ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറഞ്ഞത്. പ്രാവശ്യം വെള്ളം തിന്ന കാരണം ഇപ്പൊ ഞാൻ ഉഷാറായിട്ടില്ല, വരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറിച്ചു വെച്ചിട്ടുള്ളൂ. ഇത് എന്റെ ലെവല് പോലെ വരും. എന്തായാലും കുറച്ച് സമയം, കാരണം വെച്ചാൽ ഒരു മാസം കൂടി കഴിയുമ്പോഴേ നമ്മൾ അതിന്റെ ഒരു ഇത് വരുള്ളൂ. റായ്പുല്ല് നമ്മള് കഞ്ഞിപ്പുല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് പയറില്ല. പയറിപ്പോ ഒരു 20 ദിവസമായിട്ടുള്ളതൊക്കെ വെച്ചിട്ട് അപ്പൊ അതിന്റെ ഇല നുള്ളല് കഴിഞ്ഞു. അപ്പൊ അതാണ് ഞാൻ അവരോടൊക്കെ നുള്ളിക്കോളാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ വൈഫ് ഇവിടെ ഉണ്ടാവുമ്പോ അതാത് സമയങ്ങളിൽ അതാതിന് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് അവള് ചെയ്തിരുന്നു. അപ്പൊ അവള് ഇവിടെ ഇല്ലാത്ത കാരണം നമ്മൾ തന്നെ അത് ചെയ്യണം. എന്തായാലും ഇപ്പൊ പയറ് ഇപ്പൊ 2 പ്രാവശ്യം ഞാൻ പയറിട്ടു. അത് ആ മഴ വന്നിട്ട് പഴുത്തു പോയി. ഇത് 3ാമത്തെ പ്രാവശ്യം കൊള്ളി എന്ന് പറയും, കപ്പ എന്ന് പറയും, അങ്ങനെ പല പേരും പറയും. പക്ഷെ ഇത് പറിക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. അതായത് കൃഷിഭവനിലെ ചെലവിനനുസരിച്ച് നമ്മൾ പറിച്ചു കൊണ്ടുകൊടുക്കലാണ് സാധാരണ പതിവ്. അപ്പൊ ഇത് എന്റെ സമയമായിരിക്കണം. എന്തായാലും പ്രാവശ്യം വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. എന്നാലും ഈ മുള്ളംപന്നീരെ ശല്യം വന്നോട് കൂടിയിട്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. പഴയ കാലത്ത് ഈ ഏകാദശി സമയങ്ങളിലൊക്കെ ഈ പൊടിക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് നല്ലോണം വേവിച്ച് ഉടച്ചിട്ട് തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് കഴിക്കും. അത് ആ സമയത്ത് അതിന് നല്ലൊരു ഡിമാൻഡുള്ള സാധനമാണ് പൊടിക്കിഴങ്ങ്. ഇത് നമ്മുടെ ചക്കരക്കിഴങ്ങ്, ചിലർ കപ്പക്കിഴങ്ങെന്ന് പറയും, ചിലർ ചക്കരക്കിഴങ്ങെന്ന് പറയും. എന്തായാലും ഇത് ഷുഗറിന് നല്ലൊരു സാധനമാണ്. ചക്കരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങെന്ന് പറയും, ചിലർ കപ്പക്കിഴങ്ങെന്ന് പറയും. അങ്ങനെ പല പേരിലും അറിയപ്പെടും. അത് ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ മാതിരിയാണ് അതിന്റെ പേര് അറിയപ്പെടുക. ഇത് ഷുഗർ രോഗികൾക്ക് നല്ലതാന്നാ പറയണത്. ഈ അടിയിൽ കാണുന്നത് പൊന്നാങ്കണ്ണി ചീര തന്നെയല്ലേ? പൊന്നാങ്കണ്ണി ചീര തന്നെ. ഇതും പൊന്നാങ്കണ്ണി ചീര അല്ലേ? ഇത് ചന്ദനം. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ചന്ദനം. ഇത് പഴയകാലത്തെ വാളരിങ്ങ പയർ എന്നാ പറയാ. വാളരിങ്ങ പയർ. ഇത് പഴയകാലത്ത് ഒരുവിധമുള്ള എല്ലാ വീട്ടുകളിലും കിണറിന്റെ അവിടെയൊക്കെ ഈ സാധനം ഉണ്ടാവാറുണ്ട്. ഇത് മൂപ്പാവണേക്കാളും ചണ്ടിക്ക് ഇത് പൊട്ടിച്ച് ഉപ്പേരി വെച്ച് കഴിക്കുന്ന ഒരു സാധനം. വാളരിങ്ങ പയർ എന്നാണ് അതിന്. ഇത് പഴയ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം.
നമ്മള് ചെറുചേമ്പ് എന്ന് പറയുന്നതിന് ചെറുചേമ്പ്. ഓക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് ഈ വൃശ്ചികക്കാറ്റ് വീശി കഴിഞ്ഞാല് ഇതൊക്കെ പറിക്കാൻ തുടങ്ങും. ഇത് പറിച്ച് ഉപ്പേരി വെക്കാം, പിന്നെ മോരുകറി വെക്കാനൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റ് സാധനം. ചെറുചേമ്പ്. അമര പൂവിടാനായിട്ടുള്ളത് മഞ്ഞ് പെയ്യുന്ന സമയങ്ങളിലാണ് ഇതുമ്മ കായ് ഉണ്ടാവുക. അതാ പൂവിടാൻ തുടങ്ങി. അമരപ്പന്തല്. അമര ഉണ്ടായിട്ടില്ലല്ലോ. സമയം ആവണുള്ളത്. കാരണം മഞ്ഞ് പെയ്യുമ്പോഴാണ് ഇവര് പൂവിടുക, ഈ കായ് ഉണ്ടാവും. അതാ പൂവിടാൻ തുടങ്ങി. ഇവിടെ അമരപ്പന്തൽ. നമ്മൾ ഈ ഇള പൊട്ടുന്നത് അനുസരിച്ചിട്ടാണ് ഇതിന്റെ കടയുടെ കനുണ്ടാവുക. അപ്പൊ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒറ്റ തണ്ടാണെങ്കിൽ അത്രയധികം കടയുണ്ടാവില്ല. ഇത് നല്ല പുഷ്ടിയോട് കൂടിയിട്ടുള്ള കട പറഞ്ഞു വെച്ചെങ്കിൽ ആ ഇഞ്ചിയിലെ ഇള നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഏകദേശം തരക്കേടില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇഞ്ചി ഇതൊക്കെ ഇപ്പോ ഈ പദമാരിൽ ആയി വരുന്നുള്ളതിന്റെ പറിക്കേണ്ട നേരങ്ങളായിട്ടുണ്ട്. അത്യാവശ്യം സമൃദ്ധിയായിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു ഒന്നൊന്നര കൊല്ലമായിട്ടുള്ള വെച്ചിട്ട് ഒന്നും കൂടി ആവാനുണ്ട്. നാരങ്ങ ആയിട്ടില്ല, നാരങ്ങ കിട്ടി തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്തായാലും ഒരു കൊല്ലം കൂടി കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് നാരങ്ങ കിട്ടും. പിന്നെ അത് കുളഞ്ചേമ്പാണ് ആ കാണുന്നതൊക്കെ. ചേമ്പല്ലേ? ചിലര് ചീമച്ചേമ്പ് എന്ന് പറയും, ചിലര് കുളഞ്ചേമ്പ് എന്ന് പറയും. ഇത് ഈ പറഞ്ഞ മാതിരി ഉപ്പേരി വെക്കാനും അതുപോലെ മോരുകറി വെക്കാനും അതിനൊക്കെ നല്ല സാധനം തന്നെയാണ്. പിന്നെ ചേന, ഇതൊക്കെ ഈ ഭാഗം കംപ്ലീറ്റ് ചേന ഈ നല്ലൊരു സാധനം തന്നെയാണ്. ചേനക്ക് പിന്നെ എല്ലായിടത്തും എവിടെയും ഉണ്ടാവും, ഇഷ്ടംപോലെ സമൃദ്ധിയായിട്ട് കിട്ടുന്ന സാധനം. ഇത് പപ്പായ. ഇത് ഊതല്ലേ? ഊത്. സിറ മിളക് എന്ന് പറയും. ഈ അങ്ങാടി മിളക് മാറ്റി. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സ്വന്തം ഇത് കിട്ടുമ്പോൾ നമുക്ക് അതൊരു തൃപ്തി വരെ. ഇതായി തുടങ്ങി വീട്ടിൽ നിന്ന് എടുക്കാൻ നിറച്ചിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇത് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. 2-3 വർഷം നമുക്ക് ഇത് കണ്ടില്ലേ. ഇത് അടിപൊളി പൂക്കൾ. ഇത് അടിപൊളി സൂപ്പറായിട്ടല്ലോ. അതായത് നമ്മള് എന്നും വന്ന് പണിയെടുക്കുമ്പോഴും നമ്മുടെ പറമ്പിൽ വരുമ്പോൾ നമുക്കൊരു സംതൃപ്തിയും സന്തോഷവും കിട്ടണമെങ്കിൽ ഇപ്പം നമ്മള് പറമ്പില് ഓരോ സീസണിൽ ഓരോ ടൈപ്പുള്ള പൂക്കള് കുറേശ്ശെ ഉണ്ടാക്കുക. ആ പറമ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കതൊരു സന്തോഷമാണ്, ഒരു പോസിറ്റീവ് എനർജി. ഒരു പോസിറ്റീവ് എനർജി. അത് പൂക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെയും കൂടിയിട്ടുള്ള ഓറഞ്ച് അവിടെ ഉണ്ട്. സംഘവും ചേർന്നിട്ടുണ്ടാക്കുന്നതല്ല. നമ്മുടെ ഒരു എന്താ പറയാ സന്തോഷത്തിനും വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങള്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൃഷിയിടത്തിൽ വരിക. കൃഷി ചെയ്യാനായിട്ട് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് അവന്റെ മനസ്സ് കൃഷിയിലേക്ക് ഇറങ്ങി ചെല്ലുക. ഇതൊക്കെയാണ് നമുക്ക് ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയ്ക്ക് തരാനുള്ള ഒരു സന്ദേശം.